ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു റിമോട്ട് കിറ്റാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതൊരു HDMI ഓപ്റ്റിക്കൽ കോയാക്സൽ ഇതെല്ലാം ഉള്ള ഒരു സ്റ്റീരിയോ ഇൻപുട്ടും ഉണ്ട്. പിന്നെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു റിമോട്ട് കിറ്റിനെ പറ്റിയാണ് നമ്മളത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ നല്ലൊരു റിമോട്ട് കിറ്റാണ്. ETS ഫയൽസ് എല്ലാം ഈസി ആയിട്ട് സപ്പോർട്ട് ആവും. ഒരു സിമ്പിൾ റിമോട്ട് കിറ്റാണ്, ഈസി ടു യൂസ് ആണ്. സോ ഫ്രണ്ട്സ്, വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ബിഗിൻ. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ മണി നൈസ് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആംപ്ലിഫയർ 5.1 പാർട്ട് 2 ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി 1-2 വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്യാൻ കുറേ ടൈം എടുക്കും. കാര്യം നമ്മൾ ആംപ്ലിഫയർ ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ലെങ്തി ആയിപ്പോയി വീഡിയോ. അപ്പോൾ അതിന് കുറേ എഡിറ്റിംഗ് പ്രോസസ്സൊക്കെ ചെയ്ത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ, ആവശ്യം അസംബിൾ ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം അധികം നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ താമസിക്കുന്നത്. എന്തായാലും 2 ദിവസത്തിനകം അതിൻ്റെ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ റിമോട്ട് കിറ്റിൻ്റെ പാക്കേജ്. ആസ് യൂഷ്വൽ നമുക്ക് കിട്ടുന്ന സെയിം ബൈൻ പാക്കേജ് തന്നെയാണ് വന്നിരിക്കുന്നത്. വേറെ മാറ്റങ്ങളൊന്നുമില്ല. ജിടെക്കിൽ നിന്നാണ് നമ്മളിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അവരുടെ തന്നെ എംബ്ലവും കാര്യങ്ങളെല്ലാം റിമോട്ട് കിറ്റ് വരുന്നുണ്ട്. സോ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ കാണുന്ന അതിൻ്റെ റിമോട്ടാണ്. വളരെ ഹാൻഡി ആയിട്ടുള്ളൊരു ചെറിയ റിമോട്ടാണ് വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, അധികം ഫങ്ഷൻസ് ഒന്നുമില്ല, ഒരു സിമ്പിൾ റിമോട്ടാണ്. പക്ഷേ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. അതായത് ഒരുപാട് സോഫ്റ്റ്വെയർ സപ്പോർട്ടും ഉണ്ട്. നല്ലൊരു റിമോട്ടാണ്, ചെറിയ റിമോട്ടാണ്. നല്ല റേഞ്ച് ഇത് കിട്ടുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. 2 ബാറ്ററിയാണ് നമുക്ക് ഇടേണ്ടത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു റിമോട്ടാണ്. അടുത്തതായി നമുക്കിതിൻ്റെ മദർ ബോർഡിനെ ഒന്ന് പരിചയപ്പെടാം. അതിന് മുമ്പേ നമുക്കിതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് നോക്കാം. ചെറിയ ഡിസ്പ്ലേ ആണ്. നോർമൽ റിമോട്ട് കിറ്റിൽ വരുന്ന ടൈപ്പ് ഒരു ഡിസ്പ്ലേ അല്ല, വളരെ ചെറിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. എന്നാലും നല്ല ക്വാളിറ്റിയാണ് ഡിസ്പ്ലേ കാണാനായിട്ട്. PCB ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. നമുക്കത് ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂ ചെയ്യാനുള്ള ആ ഒരു ഹോൾസും കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈസി ടു ഫിക്സ് ആണ്. ഇപ്പോൾ ഇതിൽ നിന്ന് ഒരൊറ്റ കേബിൾ മാത്രമേ ഡയറക്റ്റ് അതിലോട്ട് പോകുന്നുള്ളൂ. ബാക്കി USB-യും IR സെൻസർ ഇതിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ റൊട്ടേറ്ററി എൻകോഡർ അതെല്ലാം സെപ്പറേറ്റ് ബോർഡായിട്ടാണ് വന്നേക്കുന്നത്. സോ ഇതൊക്കെയാണ് എൻ്റെ കേബിൾസ് കൊടുത്തിരിക്കുന്ന വയറിംഗ് കേബിൾസ്. ഇതൊക്കെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കണക്റ്റിംഗ് കേബിൾസാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ റൊട്ടേറ്ററി എൻകോഡർ, അതുപോലെ തന്നെ USB സോക്കറ്റ്, ഇതെല്ലാം ഓരോ PCB-ക്കകത്ത് ഫിക്സ് ചെയ്താണ് വരുന്നത്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ അടുത്തായി നമുക്ക് ഇതിൻ്റെ മെയിൻ മദർ ബോർഡ് ഒന്ന് നോക്കാം. ഇതൊരു നല്ലൊരു പാക്കേജായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു PCB ആണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല ക്വാളിറ്റി ഉള്ള PCB ആണ്. അത് മെയിൻ പ്രോസസ്സർ ഇതാണ്. പക്ഷേ ഇതിൻ്റെ നെയിം അറിയില്ലാതെ അവർ ചുരണ്ടി കളഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല പിന്നെ ഇത് HDMI സെലക്ടറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കമ്പോണൻസും നല്ല ക്വാളിറ്റി ഉള്ള ഒരു PCB ആണ് വന്നിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നിന്ന് അറിയാൻ പറ്റും. നല്ല കട്ടിയുണ്ട് PCBക്ക്. നമ്മളിതിൻ്റെ ഇൻപുട്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റീരിയോ ഇൻപുട്ട് വരുന്നുണ്ട്. പിന്നെ ഓപ്റ്റിക്കൽ, കോയാക്സിയൽ, അതുപോലെ തന്നെ 3 HDMI ഇൻപുട്ടും ഒരു HDMI ഔട്ട്പുട്ടും വരുന്നുണ്ട്. ഇത്രയുമാണ് ഇതിനകത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്, ഇൻപുട്സ് എന്ന് പറയുന്നത്. HDMI ഔട്ട്പുട്ടും വരുന്നുണ്ട്. അത് മാത്രമല്ല USB, ബ്ലൂടൂത്തും വരുന്നുണ്ട്. USB-യിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഇതിനകത്ത് DTS ഫയൽസ് പ്ലേ ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യുന്നത് 12 വോൾട്ടിലല്ല 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അത്യാവശ്യം നല്ലൊരു ബോർഡാണ്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെ ബെറ്റർ ആയിട്ട് തോന്നി. കോമ്പാക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ ഒരു ഇൻപുട്സും ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. HDMI അടക്കം വരുന്നുണ്ട്. ഞാൻ DTS ഫയൽസ് പ്ലേ ചെയ്ത് നോക്കി ഇതിനകത്ത്. അപ്പം വളരെ ഈസി ആയിട്ട് അത് പ്ലേ ആവുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഒന്ന് ടേൺ ഓൺ ചെയ്ത് ഇതിൻ്റെ ഫംഗ്ഷൻസും മറ്റു കാര്യങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെടാം. ഇതിനായിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു 5 വോൾട്ട് റെഗുലേറ്ററാണ്. അതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു 12 വോൾട്ട് സപ്ലൈ ആണ്. ഇപ്പോൾ ഇവിടെ കിടന്നൊരു PCB ഒരു ഹീറ്റ് സിങ്കിനകത്തും കൊടുത്തതേ ഉള്ളൂ. ഇത്രയും വലിയ ഹീറ്റ് സിങ്കിനൊന്നും ആവശ്യമില്ല. എന്നാലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു 5 വോൾട്ട് ഈ ഒരു റെഗുലേറ്ററിൽ കൊടുക്കുകയാണെങ്കിൽ റെഗുലേറ്റർ നല്ല രീതിയിൽ ഹീറ്റാവും. ഇത്തിരി നല്ല ആംബിയറുള്ള എന്തെങ്കിലും ഒരു പവർ സപ്ലൈ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ബക്ക് കൺവേർട്ടർ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കുറേ കൂടെ ബെറ്റർ. സോ നമുക്ക് എന്തായാലും ഒന്ന് ടേൺ ഓൺ ചെയ്ത് നോക്കാം. ഓണാക്കുമ്പോൾ തന്നെ ഒരു വൈറ്റ് ഡിസ്പ്ലേ ആയിട്ടാണ് ഇത് വരുന്നത്. നമുക്ക് ഡിസ്പ്ലേ ആദ്യം കണക്ട് ചെയ്യാം. ഡിസ്പ്ലേയുടെ പോർട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു റിമോട്ട് കിറ്റ് വാങ്ങുമ്പോൾ അതിനോട് കാറ്റലോഗോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പോർട്സുകളെല്ലാം കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സോ നമ്മളിപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റുള്ള പാർട്സ് കൂടെ അതിനകത്ത് കണക്ട് ചെയ്യണം. അതായത് റൊട്ടേറ്ററി എൻകോഡറും USB-യും എല്ലാം.
അതിൻ്റെ യാതൊരു വിധത്തിലുള്ള ഒരു എന്താണ് ഒരു എഴുത്തോ കാറ്റലോഗ് ഒന്നും അതിൽ കൊടുത്തിട്ടില്ല. പക്ഷേ നമുക്ക് ആ ബോർഡിനകത്ത് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിച്ച് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ശ്രദ്ധിച്ച് നോക്കണം, ആ പോർട്ടിൻ്റെ അടുത്തായിട്ടല്ല അതിൻ്റെ ഒരു ലേബൽ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ആയിട്ടാണ് നമ്മൾ നമ്മുടെ USB സോക്കറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തായി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് അതിൻ്റെ റൊട്ടേറ്ററി എൻകോഡറാണ്. അതും നമുക്കൊരു സെപ്പറേറ്റ് PCBക്കകത്ത് വെച്ചാണ് കിട്ടുന്നത്. അതും വയർ ചെയ്ത് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. അത്യാവശ്യം നമുക്ക് വയറിനെല്ലാം നല്ല ലെങ്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര ഇച്ചിരി ക്യാബിന് ഇത്തിരി വലുതാണെങ്കിൽ പോലും നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ അത്യാവശ്യം കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്കിനി ഇത് ടേൺ ഓൺ ചെയ്ത് നോക്കാം. സോ ഡിസ്പ്ലേ നമുക്ക് എടുത്തു വെച്ച് അതെങ്ങനെയാണ് ഇത് ഓണായി വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 5 വോൾട്ട് സപ്ലൈ ആണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. 12 വോൾട്ടിലല്ല വർക്ക് ചെയ്യുന്നത്. എല്ലാ റിമോട്ട് കിറ്റും 12 വോൾട്ടിലാണ്. ഇത് 5 വോൾട്ടിലാണ് റൺ ചെയ്യുന്നത്. സോ നമുക്ക് ടേൺ ഓൺ ചെയ്യാം. ഇത് ടേൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഒരു വൈറ്റ് ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. ഒരു ഇത്തിരി ടൈം എടുക്കുന്നത് ബൂട്ടായിട്ട് വരാനായിട്ട്. നോർമൽ റിമോട്ട് കിറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൺ ആക്കുമ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് ഓണായി വരും. ഇത് ഇത്തിരി ടൈം ലാഗ് എടുക്കും. ഞാൻ ആദ്യം വിചാരിച്ച് റിമോട്ട് കിറ്റ് വർക്കിംഗ് അല്ലെന്ന് വിചാരിച്ചു. സോ ഇത് കണക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്രെയിൻസ് പോലൊക്കെ വന്നിട്ടാണ് ഇത് ഓൺ ആവുന്നത്. ഓണായി കഴിഞ്ഞാൽ പിന്നെ സംഗതിക്ക് ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല, പെർഫെക്റ്റ് ആണ്. നല്ല സ്പീഡിലാണ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഇതാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ഡിസ്പ്ലേ ആണ്, പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. സോ ഇതാണ് നമ്മളിപ്പം നമ്മുടെ USB-കകത്ത് സോങ്സ് കിടപ്പുണ്ടായിരുന്നു, അതാണ് ഇത് പ്ലേ ചെയ്യുന്നത്. വോളിയം വരുന്നത് 100 വരെ വോളിയം പോകുന്നുണ്ട്. നമുക്ക് റൊട്ടേറ്ററി എൻകോഡറിൽ അത് കൺട്രോൾ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് റിമോട്ടിൽ അത് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ USB-കകത്തുള്ള സോങ്സ് ആണ് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. MP3 ആണ് പ്ലേ ആവുന്നത്. ഇതിനകത്ത് ഡയറക്റ്റ് DTS ഫയൽസ് പ്ലേ ആവും. നമുക്ക് കോപ്പിറൈറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരും സോങ് ഒക്കെ പ്ലേ ചെയ്താൽ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പ്ലേ ചെയ്ത് കാണിക്കാത്തത്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഞാനിപ്പോൾ ഒന്നിലും കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ ഇവിടുന്ന് ആംപ്ലിഫയറിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഇൻപുട്ട് ഓരോന്നും നമുക്ക് മാറ്റാൻ പറ്റും. HDMI 1, HDMI 2, HDMI 3, HDMI ആർക്ക് ഔട്ട്പുട്ട് ഉണ്ട്. അതുപോലെ തന്നെ കോയാക്സൽ ഉണ്ട്, ഓപ്റ്റിക്കൽ ഉണ്ട്, പിന്നെ സ്റ്റീരിയോ ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ കൺട്രോൾസും എല്ലാ ഇൻപുട്സും ഇതിനകത്തുണ്ട്. ബ്ലൂടൂത്ത് ഉണ്ട്. ബ്ലൂടൂത്ത് 5.0 ആണ്. അത്യാവശ്യം നല്ല റേഞ്ചിൽ കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഒട്ടും നോയ്സോ കാര്യങ്ങളോ ഒന്നും ബ്ലൂടൂത്തിലില്ല. നമ്മൾ നോർമൽ ഒരു ബ്ലൂടൂത്തിൻ്റെ ഒരു സംഗതി എടുത്താൽ നോയ്സൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പക്ക സൈലൻ്റ് ആണ്. യാതൊരു വിധത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. ഒറ്റ കാര്യം എനിക്കതിനകത്ത് ഡിഫക്റ്റ് ആയിട്ട് തോന്നി, ഇതിനകത്ത് ഒരുപാട് കൺട്രോൾസ് ഇല്ല, ബാസ്റ്റബിൾ കൺട്രോൾ ഇല്ല. പിന്നെ ഇതിൻ്റെ അപ്ഗ്രേഡഡ് വെർഷനകത്ത് മാത്രമേ നമുക്ക് ഓരോ ചാനലിലെ സെപ്പറേറ്റ് വോളിയം കൂട്ടാനും കുറയ്ക്കാനും പറ്റുള്ളൂ. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് ഇതിനെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ സ്റ്റീരിയോ ആയിട്ടും അല്ലെങ്കിൽ 2.0 ഓർ 5.1 സ്വിച്ചിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2.1 ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 5.1 ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സെറ്റപ്പുകളെല്ലാം ഇതിലുണ്ട്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള റിമോട്ട് കിറ്റാണ്, പക്ഷേ അത്യാവശ്യം എല്ലാ ഫംഗ്ഷൻസും ഉണ്ട്. ഞാനിപ്പം ഇത് സജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു റിമോട്ട് കിറ്റ് യൂസ് ചെയ്ത് തന്നെ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യും. ഇതിനെ ഒരു ബേസ് ഇതായിട്ട് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ HDMI ഉണ്ട്, അത് നിങ്ങൾക്ക് HDMIയുടെ ഒരു ബോർഡായിട്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒരു റിമോട്ട് അല്ലാത്ത രീതിയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. Gtek അങ്ങനെ ഒരു പാക്കേജ് ഇറക്കുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു മദർ ബോർഡ് മാത്രം യൂസ് ചെയ്ത് ഡിസ്പ്ലേ യൂസ് ചെയ്യാതെ അവരുടെ റിമോട്ട് കിറ്റിൽ ഇതിനെ കണക്ട് ചെയ്ത് ഒരു സെപ്പറേറ്റ് രീതിയിൽ ഫംഗ്ഷൻ ആക്കി ഇതിനെ യൂസ് ചെയ്യുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു റിമോട്ട് കിറ്റാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ ഇതുവരെ കുറേ റിമോട്ട് കിറ്റ്സ് യൂസ് ചെയ്തു, പക്ഷേ അതിനകത്ത് ഒന്നിനകത്തും USB-കകത്ത് നമ്മൾ DTS ഫയൽ ഇട്ടാൽ അത് എടുക്കില്ല. .DTS ഫയൽ ഇട്ടാൽ അത് എടുക്കില്ല. പക്ഷേ ഇതിനകത്ത് അത് എടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ആ ഫയൽ നമ്മുടെ മൊബൈലിൽ പോലും മര്യാദയ്ക്ക് പ്ലേ ആവില്ല. അത് പ്ലേ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കറക്റ്റ് 5.1 ആയിട്ട് തന്നെ പ്ലേ ആവും. സെൻറ്ററിൽ വോക്കൽ ബാക്കിയെല്ലാം അതിൻ്റേതായ രീതിയിൽ തന്നെ പ്ലേ ആവും. ഫ്രണ്ട്സ്, അപ്പോൾ DTS ഫയൽസ് പ്ലേ ആവുന്ന ജസ്റ്റ് ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ പാട്ട് പ്ലേ ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്കുകളുണ്ട്. ഇതിപ്പം നമ്മുടെ സ്വടക്കുമേല എന്ന് പറയുന്ന പാട്ട് DTS ആണ് പ്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സോങ്സ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാം നല്ല രീതിയിൽ DTS ഫയൽസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ 60 MB 70 MB അല്ലെങ്കിൽ 100 MB വരെയുള്ള പാട്ടുകൾ ഇട്ട് നോക്കി, അതെല്ലാം എടുക്കുന്നുണ്ട്. ബിറ്റ് കൂടിയ ഫയൽസ് ആണെങ്കിൽ പോലും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് DTS. അപ്പോൾ ഒരു അടിപൊളിയൊരു റിമോട്ട് കിറ്റാണ്. ഏകദേശം 4500 മുതൽ 5000 രൂപയാണ് പ്രൈസ് വരുന്നത്. പലയിടത്തും പല വിലയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു റിമോട്ട് കിറ്റാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.